Apacha. Apacha, I love you. I love you. Amma. Happy birthday, Apacha. Love you. Amma. പ്രിയപ്പെട്ട അനിയത്തിന് എല്ലാവിധമായ ജന്മദിന ആശംസകൾ നേരുവാനാണ് ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത്. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ മനുഷ്യൻ്റെ ആയുസ് 70 ഏറിയാൽ 80 എന്നാണല്ലോ. ഇത്രയും കാലം ഇത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് നീ ഇപ്പോൾ ആയിരിക്കുന്നത്. ഇത്രയും കാലം ദൈവം നമ്മെ ആയുസ്സും ആരോഗ്യവും നൽകി സന്തോഷവും സമാധാനവും നൽകി കരുതിപ്പോന്നു. ഇനിയുള്ള കാലത്തും ഇതുപോലെ തന്നെ എല്ലാവിധമായ ആയുരാരോഗ്യ സൗഖ്യവും ദൈവം നിനക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേകമായ ജന്മദിന ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഹാപ്പി ബർത്ത്ഡേ അനി. ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമാധാനവും എല്ലാം ദൈവം തരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ വല്യപ്പാപ്പി. ഭയങ്കര സന്തോഷമുണ്ട്. അവിടെ ആകാൻ സാധിക്കാതെ വന്നു, അതേ ഉള്ളൂ വിഷമം. മേ ഗോഡ് ബ്ലസ് യു എ ലോട്ട്. കീപ് ബ്ലസ്സിങ് യു ബിക്കോസ് യു ആർ സച്ച് എ സ്വീറ്റ് പേഴ്സൺ, കെയറിങ്, ലവിങ്, ഓൾവേസ് taking care of all the things all your life. I hope you get to live many more years. I bless you. I pray for you. Happy birthday. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വല്യപ്പാപ്പിക്ക് ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ 70ാം പിറന്നാൾ ആശംസകൾ. വല്യപ്പാപ്പയ്ക്ക് 70 വയസ്സായി എന്നുള്ളത് ഞങ്ങൾക്ക് ശരിക്കും അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്. ബിക്കോസ് വല്യപ്പാപ്പി എപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ കുറച്ചുകൂടെ നല്ല യങ് ആയിട്ട് ഉള്ള ഒരു പേഴ്സൺ. അപ്പാപ്പി ഒരു പിറന്നാൾ കൂടെ ആഘോഷിക്കുമ്പോൾ ഞങ്ങളുടെ ബാല്യത്തിനും 1 വയസ്സ് കൂടുതലാകുകയാണ്. അതിലെ ഏറ്റവും നല്ല ഓർമ്മകൾ എന്ന് പറയുന്നത് അപ്പാപ്പി വരുന്ന അവധികളാണ്. നമ്മൾ പുതിയ റെസ്റ്റോറൻറ്റുകൾ ട്രൈ ചെയ്യുകയും സിനിമകൾ കാണുകയും പുതിയ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുകയും ചെയ്യുന്ന കുറേ നല്ല ദിവസങ്ങൾ. അതിലൊരു ദിവസം പോലും എനിക്ക് തോന്നുന്നില്ല അപ്പാപ്പി ഫാമിലിക്കല്ലാതെ മാറ്റിയതായിട്ട്. അങ്ങനെ ഞങ്ങളുടെ ബാല്യത്തിന് നല്ല ഓർമ്മകളും 7 വർണ്ണങ്ങളും നൽകിയ ഞങ്ങളുടെ വല്യപ്പാപ്പിക്ക് എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും ഈ 70ാം പിറന്നാളിൽ നേരുന്നു. പ്രിയപ്പെട്ട കുഞ്ഞിച്ചായ, 70ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ സസന്തോഷ വേളയിൽ നമ്മുടെ മനുഷ്യ ജീവിതത്തിലെ ഒരു വർഷം 365 ദിവസം കൂടി നഷ്ടമാകുകയാണ് നമ്മൾ ആഘോഷിക്കുന്ന ഓരോ ജന്മദിനത്തിലും എന്ന സത്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഈ ജീവിതത്തിൽ ചെയ്തു തീർക്കേണ്ട ചില കടമകളും കർത്തവ്യങ്ങളും ചെയ്തു തീർക്കാനുള്ള ദിവസങ്ങളിൽ 365 ദിവസം കൂടി നമുക്ക് നഷ്ടമാകുന്നു എന്നുള്ള സത്യം കൂടി മനസ്സിലാക്കുക. ഈ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവിധ ജന്മദിനാശംസകളും ഞങ്ങൾ നേരുകയാണ്. ഒപ്പം എല്ലാവിധ ആയുരാരോഗ്യ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞിച്ചായ. We love you. 70ാം ജന്മദിനം ആഘോഷിക്കുന്ന വല്യപ്പയ്ക്ക് a very very happy birthday. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഞാൻ പപ്പയെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളത് പപ്പ ഞാൻ ഓടിപ്പോയപ്പോൾ പപ്പയും ഡാഡിയും കൂടെ എന്നെ ചേസ് ചെയ്യുന്നതാണ്. വലിയ ഓർമ്മയില്ലെങ്കിലും മറക്കാതിരിക്കാൻ വേണ്ടി പപ്പ എപ്പോഴും പറയുമല്ലോ. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാത്തിനും പപ്പ എപ്പോഴും സപ്പോർട്ടീവാണ്, ഹെൽപ്ഫുള്ളുമാണ്. എന്നും എപ്പോഴും കൂടെ ഉള്ളതുപോലെ, എല്ലാ കാര്യത്തിനും ഉള്ളതുപോലെ. സോ താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട് ആൻഡ് ഹെൽപ്പ് ആൻഡ് മേ ഗോഡ് ബ്ലെസ് യു. കുഞ്ഞിച്ചായൻ്റെ ബർത്ത്ഡേയോടനുബന്ധിച്ച് ഒരാശംസ പറയണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ കടന്നുപോയി. പക്ഷേ ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ചെറുപ്പത്തിൽ സൺഡേ സ്കൂളിലും മറ്റ് അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മളെ പഠിപ്പിക്കാറുണ്ട് മനുഷ്യന് വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റികൾ, സൽഗുണങ്ങൾ ഇന്നതെന്നൊക്കെ. പക്ഷേ അവരൊന്നും പറയാതെ പോയ
അവിടെയൊന്നും കേൾക്കാതെ പോയ ഒരു ക്വാളിറ്റിയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് കെയർ എന്ന് പറയുന്ന ഒരു ക്വാളിറ്റിയാണ്. നമ്മളെ എങ്ങനെയാണ് സംരക്ഷിക്കുവാൻ ഒരാൾക്ക് കഴിയുക? ആ കെയർ ഏറ്റവും കൂടുതൽ കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് കുഞ്ഞിച്ചാൻ്റേത്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, നമ്മൾ വിശന്ന് വലഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ കുഞ്ഞിച്ചാൻ അടുക്കളയിൽ കയറി ഭക്ഷണം പാകം ചെയ്ത് പ്ലേറ്റ് ടേബിളിൽ കൊണ്ട് വെച്ച് നമുക്ക് വിളമ്പി തന്ന് നമ്മളെ സംതൃപ്തരാക്കാറുണ്ട്. അതൊരു കെയറാണ്. അതുപോലെ തന്നെയുള്ള മറ്റൊരു ഉദാഹരണമാണ്, നമുക്ക് ഒരു രോഗം വന്നാൽ, അസുഖം വന്നാൽ ആ സമയാസമയങ്ങളിൽ മരുന്ന് നൽകുവാനും നമ്മളെ ശുശ്രൂഷിക്കുവാനും നമ്മുടെ വേദനകളെ തലോടി ആശ്വസിപ്പിക്കുവാനും ഒക്കെ കാണിക്കുന്ന ഒരു കെയർ. അതൊക്കെ മണിക്കുട്ടിയും റീനിയൊക്കെ ഒരുപാട് എപ്പോഴും പറയുന്ന കാര്യങ്ങളുമാണ്. അങ്ങനെ ശുശ്രൂഷിക്കാൻ കഴിയുന്ന, കെയർ ചെയ്യുന്ന ഒരു കുഞ്ഞിച്ചായ. അതുപോലെ തന്നെയാണ് നമുക്ക് സാമ്പത്തികമായ എന്തെങ്കിലും പ്രശ്നം വന്നാൽ കയ്യിലില്ലെങ്കിലും മറ്റ് എവിടുന്നെങ്കിലും സംഘടിപ്പിച്ച് കുഴിയിൽ കിടക്കുന്ന നമ്മളെ ഉയർത്തിയെടുക്കാൻ കാണിക്കുന്ന ഒരു കെയർ. അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു തെറ്റ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ആ തെറ്റ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് കീറി മുറിച്ച് നമ്മളെ മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കാതെ, നമ്മൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കടിച്ചു കീറാൻ അവസരം കൊടുക്കാതെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ഒരു കെയർ അദ്ദേഹം കാണിക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഞങ്ങളെ എല്ലാം എന്നും ചേർത്ത് പിടിക്കുവാനും സംരക്ഷിക്കുവാനും ഭാഗ്യം ഉണ്ടാകട്ടെ, അതിനുള്ള അനുഗ്രഹങ്ങൾ കുഞ്ഞിച്ചാന് ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ ബർത്ത്ഡേക്ക് എല്ലാ ആയുസ്സും ആരോഗ്യവും സൗഭാഗ്യങ്ങളും സന്തോഷവും എല്ലാം സമൃദ്ധമായി ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇനിയും വേണ്ടി കുഞ്ഞിച്ചായനെ കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിച്ച 2 കാര്യങ്ങളാണ്. ഒന്ന് കെയറിങ്. ആ കെയറിങ്ങിനെ കുറിച്ച് ജോയ്ച്ചാൻ ധാരാളം പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ മനസ്സിൽ കരുതുന്ന ഒരു കാര്യമാണ് ആത്മധൈര്യം തരിക എന്നുള്ളത്. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും പല പരാജയങ്ങൾ ഉണ്ടായ സമയത്തും പല പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്തും കുഞ്ഞിച്ചായനെ വിളിക്കുമ്പോൾ കുഞ്ഞിച്ചായൻ എത്ര തിരക്കിലാണെങ്കിലും അപ്പോൾ തന്നെ ഫോൺ എടുക്കുകയും നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ കേൾക്കുകയും അവസാനം ഞങ്ങൾ കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് വേദനിക്കുന്നത്, ആ ഒരു വാക്ക് അത് ജീവിതത്തിൽ എന്നെ പലപ്പോഴും എൻ്റെ പല വേദന സമയത്തും എന്നെ ഉയർച്ചയിലേക്ക്, എന്നെ സന്തോഷത്തിലേക്ക് നയിക്കുവാൻ ആ വാക്കുകൾ സഹായിച്ചിട്ടുണ്ട്. വെറും ഒരു വാക്കായിട്ട് മാത്രമല്ല, ഞങ്ങൾ കൂടെയുണ്ട്, ഞാൻ കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ അത് വാക്കിലും പ്രവൃത്തിയിലും ജീവിതത്തിലുടനീളം അത് കാണിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ കൂടിയാണ് കുഞ്ഞിച്ചായൻ. കുഞ്ഞിച്ചായനെ കുറിച്ച് എത്ര പറഞ്ഞാലും മതി വരില്ല. അവരുടെ കുടുംബത്തിലെ എല്ലാവരുടെയും ചെറിയ കാര്യങ്ങൾ പോലും കുഞ്ഞിച്ചായൻ ഏറ്റെടുക്കുകയും അവർക്കൊക്കെ സന്തോഷം കൊടുത്ത് ഒരു നല്ല കുടുംബമായിട്ട് ഞങ്ങളെ എല്ലാവരെയും കൂട്ടിച്ചേർത്ത് നയിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് കുഞ്ഞിച്ചായൻ. കുഞ്ഞിച്ചായന്റെ ഈ സ്നേഹം, അമ്മാമ്മയുടെ ഈ സ്നേഹം, അതൊരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ സാധിക്കില്ല. കുഞ്ഞിച്ചായന് എല്ലാവിധ ആയുസ്സും ആരോഗ്യവും സമ്പത്തും എല്ലാം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞിച്ചായ. ഹാപ്പി ബർത്ത്ഡേ വല്യപ്പ. അപ്പം 70ാമത്തെ ജന്മദിനം ആഘോഷിക്കുന്ന വല്യപ്പയ്ക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ. Hi Valliyappa, happy birthday. I really can't believe it's your 70th birthday. You are so young at heart and even by looking. Like doctors ഒക്കെ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ definitely you are the younger brother. Valliyappa, you are not just an elder in the family. You have been a guide, a protector and a source of unwavering love for the entire Kallarakal family. അപ്പ ഇവിടെ നാട്ടിലില്ലായിരുന്ന സമയങ്ങളിൽ പോലും യു ആർ ഓൾവേസ് ദെയർ ഫോർ മീ. യു ഹാവ് നെവർ മെയ്ഡ് മീ ഫീൽ അലോൺ.
ആൻഡ് പ്രോബ്ലി എൻ്റെ അപ്പയെ മിസ് ചെയ്യുന്ന ഒരു കുറേ നിമിഷങ്ങളിൽ ഐ ക്യാൻ പുട്ട് യു ഇൻ ദാറ്റ് പൊസിഷൻ ആൻഡ് യു മെയ്ഡ് മീ ഫീൽ സേഫ് ആൻഡ് showered a huge lot of love upon me. राजेश खन्ना आनंद मूवी ले പറയും जिंदगी बड़ी होनी चाहिए लंबी नहीं. But Veliappa, you make life great for or grand for everyone around you. And I'm really happy that I have been able to be there and enjoy that grandness of life with you. So on this 70th birthday, I really wish you a very great birthday and a very great year, and you are our family's blessing, and today we wish to celebrate you. Once again, we wish you a happy birthday. Wish you a happy and glorious birthday ever. I think today you are one of those persons who have had and faced a lot of experiences, wonderful experiences in life. ഈ ഒരു 70 years of journey-ൽ maybe for the last 40 years ഞാനും കൂടെ ഉണ്ടായിരുന്നു, or maybe I have known you for the last 40 years. അത് മമ്മി എന്നോട് പറയുന്ന എല്ലാ കഥകളിൽ എപ്പോഴും അനിയങ്ങളെ വളരെ ബ്ലെസ്സിങ് ആയിട്ടും വളരെ പ്രൗഡായിട്ടായിരുന്നു മമ്മി എപ്പോഴും എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്. റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ജോലിക്ക് വേണ്ടിയിട്ട് സൗദി പോയ സമയം മുതൽ ആൻഡ് അന്ന് തൊട്ട് ഉള്ള ഫാമിലിക്ക് വേണ്ടി എടുത്ത ഹാർഡ്ഷിപ്പ്, ദ ലീഡർഷിപ്പ്, ഇറ്റ് വാസ് ഓൾ യുവർ ബ്ലെസ്സിങ്സ് ഇന്ന്. ആൻഡ് ലിസി ആൻറ്റി പറഞ്ഞു, എനിക്കറിയാം ലേറ്റർ ഇൻ ലൈഫ് യു കംപ്ലീറ്റഡ് യുവർ പോസ്റ്റ് ഗ്രാജുവേഷൻ, സോ യു ഹാഡ് നെവർ ഗിവ് അപ്പ് എനിത്തിങ് ഇൻ ലൈഫ്. ഇറ്റ്സ് സംതിങ് ദാറ്റ് ടുഡേസ് ജനറേഷൻ ഹാസ് ടു ലേൺ ഫ്രം യു. വേറെ ഒരു അനിയങ്ങളെ പറ്റി ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഞാൻ അതിനെ കണ്ടിട്ടുള്ള 3 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട്. ഒരുപാടുണ്ട്, പക്ഷെ എനിക്ക് ഏറ്റവും എനിക്ക് മാത്രമല്ല, മേ ബി യു വിൽ ഹാവ് ടു പാസ് ഓൺ ടു ദ നെക്സ്റ്റ് ജനറേഷൻ ദീസ് 3 ഇമ്പോർട്ടൻറ്റ് തിങ്സ് വിച്ച് യു ഹാവ് ഏൺഡ് ഇൻ യുവർ ലൈഫ്. ഒന്ന്, ഹൗ ബ്യൂട്ടിഫുള്ളി യു ലവ് യുവർ സിബ്ലിങ്സ്. അത് യു ഹാവ് ബീൻ എ ഗുഡ് ലിസണർ ഫോർ ദം. അവർക്ക് ഏതൊരു കാര്യത്തിനും ഒന്ന് സജസ്റ്റ് ചെയ്യാൻ, ഒരു അഡ്വൈസ് ചെയ്യാൻ, യുനോ, എനിക്കറിയാം ഓരോരുത്തരും ദ ഫസ്റ്റ് പേഴ്സൺ ടു ലുക്ക് ഔട്ട് ഫോർ ഇസ് യു. അതിനൊക്കെ വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തി എന്നുള്ളതാണ് അതൊക്കെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഇപ്പം എൻ്റെ കല്യാണം ഉറപ്പിക്കുന്ന സമയത്ത് യു ഫ്ലൂ ഡൗൺ ടു അബുദാബി, മമ്മിയുടെ കൂടെ നിന്നു എല്ലാ കാര്യത്തിനും ഒരു that mental strength കൊടുക്കാൻ ഉണ്ടാവാന്നുള്ളത്, it is one thing that every other sibling should be blessed with. Second, ഏതൊരു കാര്യത്തിനും നമ്മൾ സപ്പോർട്ടിന് വിളിച്ചു ചോദിച്ചാൽ, whoever it is, ഒരു സപ്പോർട്ടിന് വിളിക്കുമ്പോൾ the first response, the first very response of അനിയങ്ങൾ is that നീ ധൈര്യമായിട്ട് മുമ്പോട്ട് പോകും, നമ്മളില്ലേ, ഞാനുണ്ട് കൂടെ, നീ ധൈര്യമായിട്ട് മുമ്പോട്ട് ചെയ്യുക. എന്നെ സംബന്ധിച്ചോളം എനിക്ക് അത്രയും കേട്ടാൽ മതി, ബാക്കി എനിക്ക് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് സംതിങ് വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് സമൺ ഇൻ ലൈഫ് ഹു ക്യാൻ സേ ലൈക്ക് ദിസ്. അത് എന്തോ ആയിക്കോട്ടെ, അതിപ്പം നമുക്കറിയത്തില്ല, അതിന് കുറെ റിസ്ക് ഉണ്ടാവും അതിനകത്ത്. ചിലപ്പം ഈ പറയുന്ന പോലത്തെ വലിയ കാര്യമൊന്നുമല്ല, അതും ആയിരിക്കും. ബട്ട് യു ഡോണ്ട് മൈൻഡ് സേയിങ് ഇറ്റ്. നീ ധൈര്യമായിട്ട് നീ ചെയ്യുക, നീ ധൈര്യമായിട്ട് പറ, ഞാനുണ്ട് കൂടെ. That is your very first response. And last but not the least, I simply admire your flawless and confident talent of facing the audience. അനിയങ്ങൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട്, എലിഗൻ്റ് ആയിട്ട് അനിയങ്ങൾ ഓഡിയൻസിനെ, നമ്മളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട്, ഫാമിലിയിലെ ഈച്ച് ഓഫ് ദ ഫാമിലി മെമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്ത് റോക്ക് ദ സ്റ്റേജ്. അന്നത്തെ ജനറേഷനിൽ കുറെ പിള്ളേർ ഇത് പോയി പഠിക്കുക. You are God gifted with such a talent, so I must say that അനിയൻകള് ഇത് പകർന്നു കൊടുക്കണം. I think you can do that. So അനിയൻകൾ, I wish you all the very best in life.
അനികളുടെ എല്ലാം പുതിയ വെഞ്ചേഴ്സിന് മുമ്പോട്ടുള്ള ഓരോ മൊമെന്റ്സിന് വേണ്ടി ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. May you have all the blessings in life and all the happiness throughout your life. ഹലോ അനിയങ്കൾ, അനിയങ്കളുടെ ഹാപ്പി ബർത്ത്ഡേ. എല്ലാ ജന്മദിന ആശംസകളും ഞങ്ങൾ നേരുന്നു. അനിയങ്കളുടെ ആയുസ്സിനും ആരോഗ്യത്തിനും എല്ലാവിധ സൗഭാഗ്യങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Bye Anyangal, happy birthday once again. Happy birthday. Hello uncle. Happy birthday. Happy birthday. We love you and may God bless you abundantly. May God bless you uncle. Bye bye. ഹാപ്പി ബർത്ത്ഡേ അളിയ. കർത്താവ് എല്ലാ നന്മകളാലും ഈ പുതുവത്സരം നിറയ്ക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ആയുസ്സും ആരോഗ്യവും ഹല്ലേലൂയ ധനവും സമാധാനവും ഒക്കെ തന്ന് ദൈവം അളിയനെയും കുടുംബത്തെയും അളിയും ചെയ്യുന്ന എല്ലാ പ്രവർത്തികളെയും അനുഗ്രഹിക്കുകയും കാക്കുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ഹാപ്പി ബർത്ത്ഡേ അളിയ. കഴിഞ്ഞ വർഷങ്ങളിലും ദൈവം നടത്തി തന്ന സകല നന്മകൾക്കായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ പുതുവർഷത്തിലെ എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും കൃപകളാലും കുടുംബമായി നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിച്ച് മുന്നോട്ട് വഴി നടത്താൻ ഞങ്ങളും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആമേൻ ആമേൻ. ഇൻ ജീസസ് നെയിം. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday. Happy birthday to you. ഹാപ്പി ബർത്ത്ഡേ അനിയങ്കൾ. Happy birthday to you. Happy birthday to you. God bless you. 70ാമത് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട അനിയങ്കളിന് ഞങ്ങളുടെ പ്രാർത്ഥനകൾ, ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ച് അനിയങ്കൾ ഞങ്ങളുടെ എല്ലാമെല്ലാമാണ്, ഞങ്ങളുടെ ചങ്കാണ്, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ കൂട്ടാളിയാണ്. ഞങ്ങൾക്ക് വിശ്വസിച്ച് ഞങ്ങൾക്ക് എല്ലാം ഏൽപ്പിക്കാവുന്ന ഒരു പ്രിയപ്പെട്ടവനാണ്, പിതൃതുല്യനാണ്, സഹോദരനാണ്, ആത്മീയ ദിശാബോധം നൽകുന്നയാളാണ്. അങ്ങനെ പലതുകൊണ്ടും അനിയങ്ങൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ്. ഞങ്ങൾ മാത്രമല്ല, കുടുംബം ആകമാനം എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് സന്തോഷമാണ്. എങ്കിലും അനിയങ്ങൾ ഇപ്പോൾ 70 വർഷം കഴിയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഒത്തിരി പ്രാർത്ഥന നൽകാനായിട്ടുണ്ട്. 70, 80 കടന്ന് 90 100 കടന്ന് ഇതിൻ്റെ ആരോഗ്യത്തോടെ മുന്നോട്ട് പോകുവാനും അനേകർക്ക് സന്തോഷവും സമാധാനത്തിൻ്റെ ഉറവിടമാകുവാനും ഇടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ 25 വർഷക്കാലത്തെ ജീവിതത്തിൽ വ്യത്യസ്ത ഘട്ടങ്ങളിലൊക്കെ അനിയങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. ധാരാളം സന്ദർഭങ്ങളിൽ അനിയങ്ങളുടെ സ്നേഹം അനുഭവിക്കുവാൻ ഇടവന്നിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ വിവരിക്കാനുള്ള സമയമല്ല. എങ്കിലും 70ാം വർഷം കടന്ന് 71ലേക്കായി മുന്നോട്ട് പോകുമ്പോൾ ഓരോ ദിവസവും അനുഗ്രഹത്തിൻ്റെതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളെ കരുതിയ, ഞങ്ങളെ സ്നേഹിച്ച, ഞങ്ങൾക്ക് എല്ലാമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ ചക്കര അനിയങ്ങളിൽ ചക്കരയും ഉമ്മയും സ്നേഹവും പ്രാർത്ഥനകളും ബർത്ത്ഡേ ആശംസകളും അറിയിക്കുന്നു. ദൈവം തുടർന്നും പൂർണ്ണ ആരോഗ്യത്തോടെ, ബലത്തോടെ, ക്ഷേമത്തോടെ കാത്തു പരിപാലിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ കുടുംബമായിട്ട് പ്രാർത്ഥിക്കുന്നു. May God be with you always, strengthen you each moment. We love you so much. Happy birthday. Happy birthday. May God bless you. Happy birthday. ഹലോ അനിച്ചയ, ഹാപ്പി ബർത്ത്ഡേ. 70 സപ്തതിയിലെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ആയുസ്സും ആരോഗ്യവും സമ്പത്തും സമൃദ്ധിയും എല്ലാം ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം അനിച്ചായൻ്റെ അനിയനായിട്ട് ജനിക്കാൻ എനിക്ക് സാഹചര്യം, എനിക്ക് അനിച്ചായൻ്റെ അനിയനായിട്ട് തന്നെ ജനിക്കാനൊരു അവസരം അടുത്ത ജന്മത്തിൽ ദൈവം തരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഓരോ കാര്യങ്ങൾ ഓർക്കാണ്. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ എന്നും അനിച്ചാൻ എന്നോട് കാണിച്ചിട്ടുള്ള, എന്നോടൊന്നല്ല ഞങ്ങൾ കസിൻസിനോട് എല്ലാവരോടും എത്ര സഹതാപത്തോടും സ്നേഹത്തോടും സഹകരിക്കുകയും എന്താവശ്യമുണ്ടെങ്കിലും നമുക്ക് ഒരുപോലെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിച്ച ഓരോ നിമിഷങ്ങളും ഇപ്പോഴും
കൺമുമ്പിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അനിച്ചായൻ്റെ ഈ സ്നേഹവും സഹകരണം ഈ ബാക്കിയുള്ള ഞങ്ങൾക്ക് ആർക്കും കിട്ടാതെ പോയത് ആ ഒരു മനസ്സ് ഞങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും അനിച്ചായന് എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം തമ്പുരാൻ തരട്ടെ എന്ന് ആശംസിക്കുന്നു. 70-ാം പിറന്നാളിൽ 70-ാം പിറന്നാളെന്ന് അങ്ങോട്ട് അംഗീകരിക്കുന്നില്ല എങ്കിലും സന്തോഷം. അത് നമുക്ക് അടുത്ത പ്രാവശ്യം അവധിക്ക് വരുമ്പോൾ നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യണം. എല്ലാ നന്മകളും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പറഞ്ഞോ ഹാപ്പി ബർത്ത്ഡേ അനീച്ചായനോട്. അനീച്ചായൻ്റെ ഹലോ, 70-ാം പിറന്നാൾ ആഘോഷിക്കുന്ന അനിയനപ്പച്ചന് ഞങ്ങളുടെ എല്ലാവരുടെയും പിറന്നാൾ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ ഡിയർ അനിയനപ്പച്ചൻ. ഹാപ്പി ബർത്ത്ഡേ അനിച്ചായ. ഓൾ ദി ബെസ്റ്റ്. Happy birthday to you. Hi uncle, happy birthday to you. I wish you many more happy birthdays, happily with your family. 70-ാം ജന്മദിനം ആഘോഷിക്കുന്ന അനിയന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു അനിയച്ചൻ. ഹായ് വിജയ, 70-ാം പിറന്നാൾ ആഘോഷിക്കുന്ന വിജയന് ഞങ്ങളുടെ എല്ലാവരുടെയും ജന്മദിനാശംസകൾ. ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞി. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാ ജന്മദിനാശംസകളും. ദൈവം ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Happy birthday to you. Hi Kunchaya, happy birthday. Hi Kunchaya, happy birthday. ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞിച്ചാള. ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞിച്ചായ. ഇനി ഒത്തിരി വർഷങ്ങൾ ആയുസ്സോടെ ആരോഗ്യത്തോടെ ബർത്ത്ഡേകൾ ആഘോഷിക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞപ്പനും ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു. കേട്ടോ. Happy birthday Kunchaya. ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞിച്ചായ. അനീച്ചാന് 70-ാം പിറന്നാൾ ആശംസകൾ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ അനീച്ചായ. അനിയച്ചൻ്റെ 70-ാം ജന്മദിനത്തിന് അമ്മായുടെ പ്രത്യേക ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ അനീച്ചായ. ബന്ധങ്ങളെയും സ്നേഹം കൊണ്ട് ചേർത്ത് നിർത്തുന്ന അനീച്ചായന് 1000 പിറന്നാൾ ആശംസകൾ. ദീർഘായുസ്സും ആരോഗ്യം നൽകി ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ അനീച്ചായ. സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്നേഹത്തിൻ്റെയായ അനീച്ചായന് 1000 ജന്മദിനാശംസകൾ. ഹാപ്പി ബർത്ത്ഡേ അനീച്ചായ. Happy birthday uncle. Happy birthday uncle. Happy birthday uncle. Stay blessed. Birthday to you. Happy birthday to you. Happy birthday to you, dear Appachi. Happy birthday to you. Thank you. Birthday to you. Happy birthday to you. Happy birthday to you, Dear Achaya, it is your sweet 70. Live longer and longer and longer. Okay, thank you. Happy birthday Anapata. ഹാപ്പി ബർത്ത്ഡേ അനിച്ചായ. Anchaya, the age of 70 is perfection, leadership, wholeness and restoration. Many happy returns of the day. Thank you. God bless you. God bless you. ഹാപ്പി ബർത്ത്ഡേ പപ്പ. പുതിയ വർഷത്തിൽ ആത്മീയമായും ഭൗതികമായും എല്ലാവിധമായ നന്മകളാൽ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുവാനായി പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. Hi Papa, happy birthday to you. Wishing you a blessed year with great happiness and good health. Happy birthday Anicha. Happy birthday Anichaya. Stay blessed. അനിച്ച ജന്മദിന ആശംസകൾ. 70 ദശാബ്ദം പിന്നിട്ട് നിൽക്കുന്ന ഈ ജന്മദിന വേളയിൽ മുൻപോട്ടുള്ള ജീവിത യാത്രയിലേക്കും കൂടി എല്ലാ സാഫല്യങ്ങളും നേർന്നുകൊള്ളുന്നു. ലക്ഷ്യങ്ങളുടെ അഭിലാഷ സാക്ഷാത്കരണത്തിനായി മുന്നേറുമ്പോൾ തോണി തുഴയുവാനുള്ള ശക്തി കരങ്ങൾക്ക് ദൈവം കൂടുതൽ നൽകട്ടെ. എന്നും ഒരു മാതൃകയായി എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്ന അച്ചായന് നല്ല ആരോഗ്യങ്ങൾ നൽകി
ദശാബ്ദങ്ങളിൽ നിന്നും ശതാബ്ദത്തിലേക്ക് പോകാൻ ഒരു അവസരം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെയും എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അച്ഛൻ ഉണ്ടായിരിക്കട്ടെ. അച്ഛൻ്റെ പ്രാർത്ഥനയും ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സജീൽ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ അനിച്ചായ. 7ാം പിറന്നാൾ ആഘോഷിക്കുന്ന അനിച്ചാന് എൻ്റെയും കുടുംബത്തിൻ്റെയും പേരുള്ള എല്ലാ ജന്മദിന ആശംസകൾ നേരുന്നു. തുടർന്ന് ദൈവം ആയുസ്സാരോഗ്യം നൽകുന്നു. കുഞ്ഞ് ജന്മദിനത്തിൻ്റെ എല്ലാ ആശംസകളും. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഗോഡ് ബ്ലെസ് യു. ഇന്ന് അവിടെ എന്താണ്? അടപ്രഥമനാണോ, സേമിയ പായസമാണോ, അതോ ചോക്ലേറ്റ് കേക്കാണോ, പൈനാപ്പിൾ കേക്കാണോ? അതോ 3 നേരത്ത് ഞങ്ങൾ എത്തിയാൽ ആട്ടിറച്ചി കാണുമോ, മാട്ടിറച്ചിയാണോ, കോഴിയിറച്ചിയാണോ, ചിക്കൻ തന്തൂരിയാണോ, ചിക്കൻ 65 ആണോ? കുഞ്ഞ് ആ കുടുംബത്തിന് വേണ്ടി ഒത്തിരി ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ആനിമോൾക്കൊക്കെ വലിയ കാര്യമാണ്. നിങ്ങളെല്ലാവരെയും സഹായിക്കാനും ഒരു കര കയറ്റാനും ശ്രമിച്ചിട്ടുണ്ട് പലരെ. ദൈവം അനുഗ്രഹിക്കട്ടെ. കുഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയോ ബിസിനസ്സോ ഏതാണെന്ന് വെച്ചാൽ ഭംഗിയായിട്ട് നടക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ അനുഗ്രഹവും എന്നും കൂടെയുണ്ട്. ബൈ. ഹാവ് എ ബ്ലെസ്ഡ് ബർത്ത്ഡേ. ജന്മദിനത്തിൻ്റെ എല്ലാ ആശംസകളും ഇപ്പം നേരുക. ഇതുവരെ ദൈവം അനുഗ്രഹിച്ചതുപോലെ ഇനി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും ഇനിയും കൂടുതൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ സ്നേഹപൂർവ്വം വറീച്ചൻ എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് വർഗീസ് മാത്യു 70ൻ്റെ നിറവിലേക്ക് പ്രവേശിക്കുകയാണ്. മൂവർ സംഘമായിരുന്ന വറീച്ചനും കറിയാച്ചനും പണിക്കരും തൊട്ടടുത്ത മാസങ്ങളിൽ തന്നെ 70ൻ്റെ നിറവിലേക്ക് പ്രവേശിക്കും. സ്കൂൾ പഠനകാലത്ത് ആരംഭിച്ച ഞങ്ങളുടെ സൗഹൃദം കോളേജ് പഠനകാലമായപ്പോഴേക്കും ശക്തമാവുകയും തീവ്രമാവുകയും ചെയ്യും. 1970കളിലാണ് ഞങ്ങൾ കോളേജ് പഠനം നടക്കുന്നത്. ആ കാലഘട്ടത്തിൽ നെടുമാവ് പള്ളിയിലെ യുവജന പ്രസ്ഥാനത്തിലും സൺഡേ സ്കൂളിലും അധ്യാപകരായി ഒന്നിച്ച് പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. കൂടാതെ അഖില കേരള ബാലജന സഖ്യത്തിൻ്റെ ഭാരവാഹികളായും ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചു. ഈ വിവിധ സംഘടനകളിലൂടെയുള്ള പ്രവർത്തനമാണ് ഞങ്ങളുടെ സൗഹൃദം ശക്തമാകുന്നതിന് കാരണമായത്. വറീച്ചനെ സംബന്ധിച്ച് അദ്ദേഹം നല്ല ഒരു സംഘാടകനായിരുന്നു. അതിലുപരി പൈതൃകമായി ലഭിച്ച എഴുതാനുള്ള കഴിവ്, ചിത്രം വരയ്ക്കാനുള്ള കഴിവ് ഒക്കെ ഉള്ള ആളായിരുന്നു അദ്ദേഹം. നെടുമാവള്ളി യുവജന പ്രസ്ഥാനം ആദ്യമായി ഒരു കയ്യെഴുത്ത് മാസിക പുറത്തിറക്കുമ്പോഴും, ട്രംപറ്റ് എന്ന പേരിൽ പുറത്തിറക്കുമ്പോഴും അതിന് പിന്നിലെ ശക്തി പ്രിയപ്പെട്ട വറീച്ചനായിരുന്നു. ഞാനോർക്കുന്നു, ആ കയ്യെഴുത്ത് മാസികം മുഴുവൻ സ്വന്തം കൈപ്പടയിൽ അദ്ദേഹം പൂർത്തീകരിച്ചു. അതിലെ ചിത്രങ്ങൾ അദ്ദേഹം വരച്ചു. വളരെ മനോഹരമായ ആ ട്രംപറ്റ് മാസിക ഏറെ അംഗീകാരവും പ്രശംസയും പിടിച്ചു പറ്റിയിട്ടുള്ള ഒന്നായിരുന്നു. നെടുമാവപ്പള്ളിയിൽ ആദ്യമായി VBS ആരംഭിക്കുന്നതിനും നേതൃത്വം നൽകിയത് പ്രിയപ്പെട്ട വറീച്ചനായിരുന്നു. ഞങ്ങളുടെ ഈ മൂവർ സംഘത്തിൻ്റെ കൂട്ടായ പല പ്രവർത്തനങ്ങളും ഞങ്ങളുടെ സൗഹൃദത്തെ വീണ്ടും ശക്തമാക്കി. കൗമാരപ്രായത്തിൽ ഉള്ള കുസൃതികളും യൗവനത്തിലെ സ്വപ്നങ്ങളുമൊക്കെ ഞങ്ങൾ പലപ്പോഴുമല്ല ഒട്ടുമിക്ക ദിവസങ്ങളിലും പരസ്പരം പങ്കുവച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ മിക്കവാറും എല്ലാ ദിവസവും പുളിക്കൽ കവലയിൽ ഞങ്ങൾ ഒത്തുകൂടുകയും സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ സൗഹൃദം വറീച്ചൻ്റെ വീട്ടിലെ അപ്പച്ചനുമായും അമ്മച്ചിയുമായും, അന്നൊക്കെ ഞങ്ങൾ രായിച്ചാൻ എന്ന് വിളിച്ചിരുന്ന രാജു സാറുമായും സാവുമായും ജോയുമായും മോളുമായും ഒക്കെ ഒരു നല്ല ബന്ധം സ്ഥാപിക്കുന്നതിന് ഞങ്ങൾക്ക് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ സൗഹൃദം
ഒരു കുടുംബ സൗഹൃദമായി പിന്നീട് മാറുകയുണ്ടായി. 1980 തൊട്ട് മുമ്പാണ് പ്രിയപ്പെട്ട വറീച്ചൻ വിദേശത്തേക്ക് ഉദ്യോഗാർത്ഥം പോകുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നു, അന്ന് എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ വറീച്ചനെ കൊണ്ടുവിടുന്നത് കറിയാച്ചനും ഞാനുമായിരുന്നു. അന്ന് കൊച്ചി എറണാകുളത്ത് നിന്ന് ബോംബെയിലേക്ക് ട്രെയിൻ മാർഗവും അവിടെ നിന്നാണ് വിമാനമാർഗം സൗദി അറേബ്യയിലേക്ക് അദ്ദേഹം പറന്നു പോയത്. പിന്നീട് ആദ്യമായി നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ തിരുവനന്തപുരം എയർപോർട്ടിൽ ഇറങ്ങിയായിരുന്നു. അന്ന് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരുവാൻ കറിയാച്ചനും ഞാനും പോയതും ഒന്നിച്ച് ഞങ്ങൾ യാത്ര ചെയ്തതുമെല്ലാം ഓർക്കുകയാണ്. വിദേശത്തായിരുന്നപ്പോഴും അന്ന് ടെലിഫോണുകളൊന്നുമില്ലെങ്കിലും മാസത്തിലൊരു കത്തെങ്കിലും വെച്ച് വറീച്ചൻ ഞങ്ങൾക്ക് എഴുതുമായിരുന്നു, അവിടുത്തെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട്. പിന്നീടുള്ള യാത്രയിൽ ഞങ്ങളൊക്കെ കുടുംബസ്ഥരായി വിവിധ ജോലികൾ പ്രവേശിച്ചു. ജോലി തിരക്കുകൾ കൊണ്ടും കുടുംബ പ്രാരാബ്ദങ്ങൾ കൊണ്ടുമൊക്കെ ആ ബന്ധം അത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. എങ്കിലും വറീച്ചൻ നാട്ടിൽ വരുമ്പോഴൊക്കെ വീണ്ടും കാണുവാനും സംസാരിക്കുവാനുമുള്ള അവസരമുണ്ടായിരുന്നു. ഒത്തിരി ഓർമ്മകൾ, നല്ല ഓർമ്മകൾ പരസ്പരം പങ്കിടുവാനായിട്ടുണ്ട്. വറീച്ചൻ കോളേജ് പഠനകാലത്ത് കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും ഒക്കെ ഇപ്പോഴും ഓർക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പമുള്ള യാത്രകൾ, അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കും. 70 നിറവിലെത്തുമ്പോൾ പൂർവ്വകാല സ്മരണകൾ വീണ്ടും ഒന്നുകൂടി അയവിറക്കുവാനും അത് പങ്കുവയ്ക്കുവാനുമുള്ള ഒരവസരമായി ഞാനിതിനെ കരുതുകയാണ്. പ്രിയപ്പെട്ട വറീച്ചന് വളരെ സന്തോഷത്തോടെ, ആരോഗ്യത്തോടെ, ഐശ്വര്യത്തോടെ ശിഷ്ടായുസ് പൂർത്തീകരിക്കാൻ ദൈവം എല്ലാ കൃപയും അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 70ാം ജന്മദിനം ആഘോഷിക്കുന്ന ഞങ്ങളുടെ വർഗീച്ചന് ആശംസകളും ആയുരാരോഗ്യവും നേരുകയാണ്. വർഗീച്ചനുമായിട്ടുള്ള സുഹൃത്ത് ബന്ധം ആ കുടുംബവുമായിട്ടുള്ള സുഹൃത്ത് ബന്ധമായി പരിണമിക്കുകയും രാജു സാറും സാബുവും ജോസും ഒക്കെ അംഗങ്ങളായിരിക്കുന്ന പോലെ നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗങ്ങളെ പോലെ ഞങ്ങൾ അവിടെ ആയിരുന്നു. ഇത്തരണത്തിൽ വർഗീച്ചൻ്റെ പിതാവിനെയും മാതാവിനെയും ഞങ്ങൾ സ്മരിക്കുന്നു, നന്ദിയോടെ സ്മരിക്കുന്നു. ആ സ്നേഹബന്ധം നമ്മളെ വളരെ ഉയരങ്ങളിൽ എത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് സാക്ഷ്യം പറയാവുന്നതാണ്. എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.